അച്ഛൻ നിന്നോട് പറഞ്ഞത്, ഈശോ എന്നിലൂടെ സംസാരിച്ചത് നീ നിലനിൽക്കണമെന്നാണ്. ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് നീ ഇത് അവസാനിപ്പിക്കരുത്. മറിച്ച് നിന്റെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ദൈവം മോശസിൻ്റെ ദൈവമാണ്. നിന്റെ ദൈവം നിന്റെ അമ്മയുടെ ദൈവമാണ്. ഏത് കാലാവസ്ഥയിലും നിന്റെ കൂടെ നിൽക്കും. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും നടുവിൽ കൈവെക്കുക. ഒരു കൈ വെച്ചാൽ മതി കേട്ടോ, ഒരു കൈ വെച്ചാൽ മതി. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും കസേരകളൊക്കെ അകന്നിരിക്കുന്നവരും നടക്കാൻ പറ്റാത്തവരും ബെൽറ്റ് ഇട്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കുക. എൻ്റെ കൈ കർത്താവിന് കൈ ആക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. ഞാനീ വെച്ചിരിക്കുന്ന കൈ ഒരു നിമിഷം കർത്താവിൻ്റെ ആണിപ്പെടുത്താർന്ന വലതുകരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനയുള്ളവർ, ശ്വാസകോശ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഹൃദയത്തിന് വാൽവിന് ചുരുക്കമുള്ളവർ, ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവെക്കുക. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സർവാംഗം പല രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കുക. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടിടത്ത് നിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, കർത്താവിൻ്റെ ശരീരത്തിലുള്ള ചമ്മട്ടിപ്പാടുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അത് അധികരിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. നീ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ചമ്മട്ടിപ്പാടുകളെ അധികരിച്ചുകൊണ്ട് അടിയൻ അങ്ങയുടെ മുറിവിലാണല്ലോ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുൾക്കിരീടം തറഞ്ഞിരുന്ന നിന്റെ തിരിച്ചോര ഇറ്റ് വീഴുന്നത് കർത്താവേ, വിശ്വാസത്തിന്റെ മനസ്സിൽ കാണുകയും ഏറ്റുപറയുകയും ആത്മീയ രക്തം, കൃപയുടെ രക്തം ഇപ്പോൾ നിന്റെ നാഥനും രക്ഷകനുമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ തളിക്കണമേ. ഉള്ളംകാൽ മുതലേ ഉച്ചവരെ ആന്തരിക അവയവങ്ങൾക്കുള്ള മുഴുവൻ രോഗങ്ങള്, വാതരോഗങ്ങള്, എല്ലാവിധത്തിലുള്ള അലർജി രോഗങ്ങള്, അവയവത്തിലുണ്ടാകുന്ന അവയവ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ സുഖമായി എന്റെയുള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എന്റെയുള്ളം. പിതാവിൻ്റെ കാര്യമെന്നും പറഞ്ഞ് ആധ്യാത്മികതയിൽ ഒരു വകുപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ വകുപ്പിന് സംവരണങ്ങളില്ല, സെക്യൂരിറ്റിയുമില്ല. ഈശോയുടെ കാര്യങ്ങൾക്കാണ് നമുക്ക് സംവരണങ്ങളും
നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുകയും നമുക്ക് കുറേ ദൈവാനുഗ്രഹങ്ങളും അതൊക്കെ തന്ന് നമ്മുടെ സാന്ത്വനവും ക്ഷേമമൊക്കെ തന്നെ ഈശോയുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് അവസാനിക്കണത്. നമ്മൾ അറിയാമല്ല, നമ്മൾ ചെന്ന് അവസാനിക്കണ എവിടെയാണ്? പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് ഈ ജീവിതം അവസാനിക്കണ അവിടെയാണ്. അവിടുത്തെ കാര്യങ്ങൾ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കാരണം അവിടെ നമുക്ക് ഇതില്ല, സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. മൊത്തം നമ്മൾ തിരിച്ചടക്കണം, ഒരു സുഖവും കിട്ടത്തില്ല. അതാണ് ഫാദേഴ്സ് അഫെയർ എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ അകത്ത് ഈശോയ്ക്കും രക്ഷപ്പെട്ടില്ല. ഈശോയും ആ പിതാവിൻ്റെ കാര്യം വന്നപ്പോൾ, അവസാനം വന്നപ്പോൾ അവിടെ ഭയങ്കര പേയ്മെൻ്റായി കഴിഞ്ഞപ്പോൾ ഈശോക്ക് അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേയ്മെൻറ്റ് വന്നവിടെ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ തോതനുസരിച്ച്, കഴിവനുസരിച്ചാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ അവസാനിക്കുന്നത്, പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചത്. അതാണ് പിതാവിൻ്റെ കാര്യമാണത്. അപ്പം അവിടെ നമുക്ക് സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. അത് നമ്മൾ പേയ്മെൻറ്റായിട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വിശ്വാസത്തിൽ വരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. അതാണ് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമല്ലാതെ ഇങ്ങോട്ടൊന്നും ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ നമ്മൾ പിതാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 100 ജപമാല ചൊല്ലിയാലും 100 ജപമാലയ്ക്ക് നമ്മൾക്ക് റിട്ടേൺസ് ഒന്നുമില്ല, പലിശ പോലും അടയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഞങ്ങളെപ്പോഴും ബാങ്കിൽ കൊണ്ട് അടക്കുന്നുണ്ട്, പക്ഷെ അവരെല്ലാം അത് പലിശക്കാണ് പോകണമെന്നില്ലേ, അപ്പോൾ പലിശക്കെങ്കിലും പോകണ്ടല്ല. അത് ഇത് പിതാവിൻ്റെ കാര്യത്തിൽ പലിശക്ക് പോലും പോകത്തില്ല. എന്താ കാര്യം? നമുക്ക് തരുന്ന നിത്യതയാണ്. നിത്യത നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പം കിട്ടണതെല്ലാം അതിലേക്ക് ഫണ്ട് ചെയ്യുകയാണ്. അതാണ് പിതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിത്യത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തത് കാരണം ദൈവം അതിൻ്റെ വില കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരു വസ്തുവിന് 1,00,000 രൂപ വിലയുണ്ട്, നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നിങ്ങളുടെ കയ്യിൽ? അപ്പോൾ നമ്മുടെ കയ്യിൽ 1,00,000 രൂപ വിലയുള്ള വസ്തുവിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറഞ്ഞതൊരു 80,000 രൂപയെങ്കിലും വേണ്ടേ? 8 രൂപയാണ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? അതുപോലെ ഈ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് കൊടുത്താലും നമുക്കത് റീഫണ്ടബിൾ അല്ല, അത് പലിശ പോലും അടയത്തില്ല. അതുകൊണ്ട് തന്നെ ചില പ്രാർത്ഥനകൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേക്കാണ് പോണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേക്കാണ് പോണത്. അതിന് നമുക്ക് മറുപടിയില്ല. മറുപടിയില്ലാത്ത കുറേ പ്രാർത്ഥനകളുണ്ടാകും. അത് നിങ്ങൾ അറിയണം. നമ്മൾ ഏത് ഉടമ്പടി എടുത്താലും, ഉടമ്പടിയുടെ മുത്തപ്പനെടുത്താലും ചില പ്രാർത്ഥന നിത്യനിക്ഷേപത്തിലേട്ടാണ് പോകണം. പിതാവിൻ്റെ കാര്യമാണത്. പിതാവിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ നിത്യത, എൻ്റെ മക്കളെ നിങ്ങളും ഞാനും ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ ദൈവം ചെയ്തു തരും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെ ദൈവമായിട്ട് ജീവിച്ചിരിക്കണത്. ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ എൻ്റെ കാര്യമായാലും നിങ്ങളുടെ കാര്യമായാലും ദൈവം ചെയ്തു തരും, എൻ്റെ അത് ഡൗട്ടില്ല. അല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ഉടമ്പടി തന്നത്. ഉടമ്പടിയെക്കുറിച്ച് എനിക്കൊരു കുന്തം അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം സ്വർഗത്തിൻ്റെ പദ്ധതി പോലെ തന്നതുകൊണ്ട് ദൈവം തന്നതാണ്, ഇങ്ങോട്ട് തന്നതാണ്. അപ്പം അത്രയും ബന്ധം ദൈവമായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ചില കാര്യങ്ങൾ ദൈവം ചെയ്യേയില്ല. എന്താ കാര്യം? അത് നിത്യനിക്ഷേപത്തിലേക്ക് ആ ക്യാരി ഓവർ ചെയ്തിരിക്കണത്. അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. ചില കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. എന്താ കാര്യം? നിത്യജീവന് വേണ്ടി എനിക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. അതാണ് വിഷയം. ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും രജിസ്റ്റർ ആയിട്ടുണ്ടോ അതില്ലേ എന്ന്. മനസ്സിലായില്ലേ? ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും നിത്യതയിൽ നമ്മൾ പേര് രജിസ്റ്റർ ആയിട്ടുണ്ടാകുന്നു. എന്താ? രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിവിഡൻഡ് പോയിക്കൊണ്ടേയിരിക്കും.
അപ്പം അത് നമ്മൾ വളരെ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവദൃസന്നിധിയിൽ ഒരു മനുഷ്യൻ അഭയം പ്രാപിക്കണമെങ്കിൽ അവന് ആധ്യാത്മികത ഒരു നിത്യാഘോഷമായിരിക്കും. അല്ലാത്തവന് ആവലാതി മരണം വരെ ഇങ്ങനെ അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞ് ഇളയെ ഒഴുക്കി കുഞ്ഞുങ്ങളെപ്പോലെ നിലവിളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്, ഞാൻ പള്ളിയിൽ പോയില്ല, ഇനി ഒരു ദൈവത്തിനെയും വിളിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ഒന്ന് വിളിക്കരുത്. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ച ഒരു പെങ്കൊച്ച് വന്ന് അമ്മ പറഞ്ഞ് അവളിപ്പോൾ പള്ളിയിൽ പോകണില്ല, അവിടെ ഭർത്താവ് മരിച്ചത്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, അവളെ പോകണ്ടെന്ന് പറഞ്ഞു. അവളെ പോയിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ ദൈവത്തിരുസന്നിധി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് കൊട്ടയും പട്ടിയോടെ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കൂടിയാണ്. എന്തിനാണ്? ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. നിത്യത എന്താണെന്ന് എനിക്കറിയാം. ആർക്ക് കൊടുത്ത് മുതലാക്കാൻ പറ്റും നിത്യതയ്ക്ക് വേണ്ടി? ആർക്ക്? പിന്നെ എന്നിട്ട് പോലും നിൻ്റെ പേര് അവിടെ എഴുതി വച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് എന്തൊരു നന്ദി പറയണം. എൻ്റെ മക്കളെ, കേൾക്കാത്ത പ്രാർത്ഥനയ്ക്കാണ് നന്ദി പറയേണ്ടത്, കേട്ട പ്രാർത്ഥനയ്ക്കല്ല. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുമ്പോഴാണ് നിൻ്റെ നിത്യതയെക്കുറിച്ച് നിനക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗീയ നിക്ഷേപമാണെന്നുള്ള വലിയ ആത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. എൻ്റെ മക്കൾ നിത്യതയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതം ഈസിയാകും. കാര്യം എന്താണ്? ഈശോ പറഞ്ഞത് ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നമ്മൾ ഇത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഭാരപ്പെടും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രത്യേകം പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഗോഡ് ഇൻ്റർഫിയർ ഇൻ ഇറ്റ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിത്യത ഇത്രയും ഭയങ്കരമായ ഒരു നിസ്തുലമായ ചൈതന്യമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തതാണ്. അപ്പം നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ആരാധിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്തെ നീ അംഗീകരിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ അവൻ്റെ തിരുവിലാലം മുറിവിലെ അഭയം പ്രാപിക്കുകയാണ് ചെയ്യണത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ദൈവമേ മഹത്വം. ദൈവമേ ആരാധന. ഒരുമിച്ച് പാടുക. ഇതുപോലെ തന്നെയാണ്. അപ്പം അച്ഛനിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ ദൈവപൈതലെ, നിൻ്റെ പേര് നിത്യതയെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭൂമി വെച്ചത് അറിയാൻ പറ്റും. എന്താണ്? നീ 10 പ്രാർത്ഥിച്ച് 2 പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. അത് പിതാവിൻ്റെ അഫെയറാണത്, പിതാവിൻ്റെ കാര്യമാണത്, അല്ലേ? അത് നിത്യതയിൽ നിൻ്റെ പേര് അസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഭൂമി കിട്ടിയിരിക്കുന്ന അടയാളമാണ്. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. യേശുവേ നന്ദി. യേശുവേ മഹത്വം. ഇതുപോലെ തന്നെ ഒരു വിഷയമാണ്, ദൈവം മഹത്വപ്പെട്ടെങ്കിലേ
നമ്മൾക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പേര് നിത്യതയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. എന്താ കാര്യം? പിതാവിൻ്റെ അഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കയറി വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതെന്താണ്? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളാണ്. അത് നിത്യതയ്ക്ക് വേണ്ടി വകമാറ്റി ചെലവായിരിക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തിരിച്ചടവ് പോലും ആകത്തില്ല. അപ്പം അതങ്ങനെ നിത്യമായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക്, അത് നിത്യനിക്ഷേപത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴെന്താ പറയണത്? ഇതുപോലെ തന്നെയാണ് ദൈവപൈതലെ, നീ കാരണം ദൈവം മഹത്വപ്പെട്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നിനക്കറിയാൻ പറ്റും. അതെങ്ങനെ അറിയണം? ഇതൊക്കെ അറിയണ്ടേ? എന്താണ് സ്വർഗത്തിൽ നിന്നെക്കുറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ ഭൂമിയിൽ അറിയണം. അപ്പോൾ ആണ് നമ്മൾ കണ്ണ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പൂടി പോണ പോലെ ഇരിക്കും, തപ്പിത്തടഞ്ഞു പോകും. വിശ്വാസം തപ്പിത്തടച്ചിലൊന്നും പാടില്ല, നേരെ കണ്ട് പോകണം. കുറേ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി പോകണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കുറേ വയസ്സായി കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 10-50 കൊല്ലമായിട്ട് ജീവിക്കുകയാണ്, കറണ്ട് പോയാൽ തന്നെ അവിടെ തന്നെ നിൽക്കുക? ഇല്ല. കറണ്ട് ഉള്ളതുപോലെ നിങ്ങൾക്കറിയാം ഓരോ സ്ഥലം എവിടെയാണ്, ഫ്രിഡ്ജ് എവിടെയാണ്, അല്ലേ, സ്വിച്ച് എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് കാണാപ്പാടമാണ്. എന്താ? കാണുന്നില്ല, പക്ഷെ കാണാപ്പാടമാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പരിചയം കൊണ്ടാണ്. അപ്പം കുറേ വിശ്വാസത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് കാണാപ്പാടമാകും. നമുക്ക് ഏത് കറണ്ട് പോയാലും ഇരുട്ടാണെങ്കിലും നമുക്ക് തപ്പിത്തടച്ചിലില്ല, നേരെ ചെന്നെടുത്തിട്ട് വരും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറകെ വന്ന ആൾക്കാരൊക്കെ, വണ്ടിയിലുണ്ടായിരുന്നവരൊക്കെ ഓടി വന്നു. പക്ഷേ വണ്ടിയെല്ലാം ഡാമേജായി, ഫ്രണ്ടെല്ലാം തകർന്നു പോയിരുന്നു. പക്ഷേ ആർക്കും യാതൊരു ആപത്തും കൂടാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു. ആ വലിയ അപകടമുണ്ടാകുമായിരുന്ന അതിൽ നിന്നും, ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വരാപ്പുഴ പാലമാണ്, പാലപ്പത്തിൽ നിന്നൊക്കെ വണ്ടി താഴെ പോയിരുന്നെങ്കിൽ ആരും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയേണ്ട വണ്ടി വലത് സൈഡിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ പോലും ഇഷ്ടം പോലെ രാവിലെ 5 മണി സമയമാണ്. കുറേ വണ്ടികൾ ആ സമയത്ത് ആ റോഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. അതിനുശേഷം ആ പുറകയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി. ആർക്കും ചെറിയൊരു പരിക്ക് പോലും പറ്റിയില്ല. അമ്മയുടെ തല ചെറുതായിട്ടൊന്ന് സൈഡിൽ തട്ടിയെന്നല്ലാതെ വേറെ അപകടമൊന്നും ആർക്കും പറ്റിയില്ല. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. അതിനുശേഷം പുറകെ വന്ന ഒരു വണ്ടിക്കാരൻ ഞങ്ങളെ ഇവിടെ ഐലൻഡിൽ കൊണ്ടുപോയി വിടുകയും വണ്ടി ഇവർ പിക്കപ്പ് കൊണ്ടുവന്ന് ഷോറൂമിലേക്ക് മാറ്റുകയും ചെയ്തു സർവീസിന് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് എൻ്റെ മകൻ, അവൻ പോണ്ടിച്ചേരിയിൽ ബിടെക്കിന് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 19-ാം തീയതി അവൻ 2 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്നു. ആ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തിരുന്ന A1 ട്രാവൽസിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ്സായിരുന്നു പോണ്ടിച്ചേരിയിൽ നിന്നും ഇങ്ങോട്ട് എറണാകുളത്തിന് പറഞ്ഞ ട്രെയിനുകൾ കാര്യങ്ങൾ ഡയറക്റ്റ് ഇല്ല. അപ്പം ഞങ്ങൾക്ക് ബസ്സാണ് അവിടുന്ന് വരാനുള്ള ഏക ആശ്രയം. അപ്പം ബസ്സിന് രാത്രി 10:30 മോൻ ബസ്സിൽ കയറി. രാവിലെ 7:30 എറണാകുളം വൈറ്റിലയിൽ ബസ് എത്തുന്നത്. അങ്ങനെ ബസ്സിൽ കയറി 10:30 കയറി ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. 3 മണിയായപ്പോൾ മോൻ്റെ ഫോൺ വന്നു. അവൻ പോന്നിരുന്ന ബസ് മിസ്സായി. ആവപ്പാടെ ടെൻഷനായി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ്റെ ബാഗും ലാപ്ടോപ്പും ഒക്കെ ബസ്സിനകത്തായിരുന്നു. ബാത്റൂമിൽ അവിടെ സേലത്ത് നിന്നും ഒരു 25 കിലോമീറ്റർ പുറകിൽ ഏതോ ടോൾ ബൂത്തിൽ നിർത്തിയപ്പോൾ അവിടെ ബാത്റൂമിൽ പോയതാണ് അവൻ. അപ്പോൾ അവനെ ആരോ പുറത്തു നിന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞ്. ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ബൈ മിസ്റ്റേക്ക് ലോക്കായി പോയതാണ്, ആരോ അറിയാതെ ലോക്ക് ചെയ്തതാണ്. പക്ഷേ ഇവൻ ഒച്ചയുണ്ടാക്കി, ഡോറിലൊക്കെ ചവിട്ടി ഒച്ചയുണ്ടാക്കി. ആൾക്കാർ വന്ന് തുറന്നപ്പോഴത്തേക്കും ബസ് വിട്ടുപോയി. ഇവനാണെങ്കിൽ പരിചയവും ഇല്ല അവിടെയെങ്ങും. അതിൻ്റെ പൈസ കുറവായിരുന്നു അവരുടെ കയ്യിൽ. മൊബൈലിലെ പൈസയുണ്ട്, മറ്റേ ഗൂഗിൾ പേ വഴി അവന് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ബാഗില്ല. അപ്പോൾ ഞാനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ അവനെ കൂട്ടാൻ പോവുകയാണെങ്കിൽ കൂടിയും അവൻ്റെ ബാഗ് രാവിലെ 7:30 എറണാകുളത്ത് നിന്ന് പിക്കപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് ടെൻഷനിലായിപ്പോയി.
അവനെ അപ്പം അവിടുന്ന് ഇവൻ്റെ ടെൻഷനൊക്കെ കണ്ടിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു തമിഴ്നാട് സ്വദേശി അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവനെ അടുത്ത പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ അവന് അവിടുന്ന് ചിലപ്പം ബസ് കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പേടിയോട് കൂടിയാണെങ്കിലും പരിചയമില്ലാത്ത ആരാണ്. അപ്പം അവൻ അവരുടെ കൂടെ പോയി ബൈക്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്നും അവിടുന്ന് പോയിരുന്നു. അവിടെ ബസ് നിർത്തിയിരുന്നില്ല. തിരിച്ച് പക്ഷേ അയാൾ ഈ ടോൾ ബൂത്തിൽ കൊണ്ടുവിട്ടു. അപ്പോഴത്തേക്കും മറ്റൊരു ബസ്, ഈ സെയിം കമ്പനിയുടെ ഒരു ബസ് കോയമ്പത്തൂരേക്ക് പോകുന്നൊരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് സീറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ തമിഴ്നാട് സ്വദേശി അവരുമായിട്ട് സംസാരിക്കുകയും മോനെ ആ ഡ്രൈവറുടെ അടുത്ത് അവിടെ ഒരു സീറ്റ് കൊടുത്തിട്ട് അവർ യാത്ര അതിൽ ചെയ്യാൻ അനുവദിച്ചു. അങ്ങനെ അവിടുന്ന് യാത്ര ചെയ്ത് മോൻ അവരുമായിട്ട് പരിചയപ്പെട്ടു. ഈ ബസ്സുകാരൻ നിരന്തരമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ, ഈ ആദ്യത്തെ ബസ്സിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല. ഞാനും ഒരു 10-20 കോൾ ഞാൻ വിളിച്ചു, അവരാരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞ് സാരമില്ല നമുക്ക് നോക്കാം. അങ്ങനെ അവർ നല്ല സ്പീഡിൽ വണ്ടി വിട്ടു. അതുപോലെ തന്നെ കുറേ ഷോർട്ട് കട്ടൊക്കെ എടുത്തു. ഏതായാലും കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. ആ സമയത്ത് വൈഫ് 5 മണിക്ക് ഈ അതിനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദ്യത്തെ ബസ് പോയിട്ട് കുറേ നേരമായിരുന്നു. അപ്പോൾ കിട്ടാനുള്ള ചാൻസ് തീരെയില്ല, കിട്ടുകയില്ല. അപ്പം വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, മാതാവേ എങ്ങനെയെങ്കിലും ഇത് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല, എങ്കിലും ഒരു അത്ഭുതം നടത്തണമേ എന്ന് വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ മോൻ്റെ ഫോൺ വന്നു, എനിക്ക് ആദ്യത്തെ ബസ് കിട്ടി പപ്പ. അങ്ങനെ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടി. പരിശുദ്ധ മാതാവ് ആ ഒരു ദുർഘടസന്ധിയിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വേറൊരു കാര്യം, എൻ്റെ മോന് +1 പഠിക്കുമ്പോൾ വൈഫ് മോൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഉടമ്പടി 2021 എടുത്തിരുന്നു. ഞങ്ങൾ കോവിഡ് സമയമാകൊണ്ട് പല പ്രാവശ്യവും ഇവിടെ വന്നിരുന്നെങ്കിലും അകത്ത് കയറാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരുന്നത്. +1 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവന് 3 വിഷയങ്ങൾക്ക് മാത്രമേ ഫുൾ A+ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒരുമാതിരി പഠിക്കുന്നതായിരുന്നു, കുറച്ച് ഉഴപ്പിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മോനും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ശേഷം ഉടമ്പടി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം അവൻ എഴുതി. റിസൾട്ട് +2 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ വിഷയങ്ങൾക്കും 97% മാർക്കോടെ ഫുൾ A+ നേടി അവന് പാസ്സാകുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ കൃപയ്ക്കും ഈശോ തന്ന അനുഗ്രഹത്തിനും ഒത്തിരി നന്ദി പറയുന്നു. ഇത് കൂടാതെ എൻ്റെ വൈഫിന് ഒരു ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 പ്രാവശ്യം ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ അറിഞ്ഞാൽ മേലും മുഴുവൻ തടിച്ച് വരും, ശ്വാസം മുട്ടുണ്ടാകും. അങ്ങനെ ഈ ഹോസ്പിറ്റലിലൊക്കെ 1-2 പ്രാവശ്യം പോയിട്ട് അഡ്മിറ്റ് ആയതാണ്. അപ്പോൾ ഈ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് കെട്ടിയ തേൻ ഉപയോഗിച്ച് കഴിച്ച് പ്രാർത്ഥിച്ച് ഇതിന് ശേഷം ഇന്നേ വരെ ആ ഫുഡ് കഴിച്ചിട്ട് വൈഫിന് അലർജി ഉണ്ടായിട്ടില്ല. ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടാതെ ആത്മീയമായിട്ട് ഉള്ള മേഖലയിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അറിയുവാനും ഈശോയുടെ വിശ്വാസത്തിൽ നിറയുവാനും എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട്. ദിവ്യകുർബാനയിൽ ദിവസവും പങ്കെടുക്കുവാനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കുവാനും ഭജനം വായിക്കുവാനും അതുപോലെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനായിട്ടുള്ള കൃപ ഈ ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മണിയമ്മ. ഞാൻ പന്തളത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2022 ഡിസംബർ 26-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിന് 1 മാസം മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ ഭർത്താവ് സൗദിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ നിന്നും വന്ന ശേഷം ലാസ്റ്റ് ആയിട്ട് തിരിച്ചു പോകാൻ പറ്റുകയില്ല, വിസയുടെ കാലാവധി തീരാറായി. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് 15 ദിവസത്തിനകം ടിക്കറ്റ് എടുത്തിച്ച് അതിനു മുമ്പ് അവിടെ വിളിച്ചപ്പോഴൊന്നും അവർ ഒരു റിപ്ലൈയും തന്നില്ല, കമ്പനിയിൽ നിന്ന് ഒരു റിപ്ലൈ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി 15 ദിവസത്തിനകം അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് എടുത്ത് തിരിച്ചു ചെല്ലാൻ. അത് ലാസ്റ്റ് ദിവസമായിരുന്നു.
വിസയുടെ കാലാവധി തീരുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം കയറിപ്പോകാൻ പറ്റിയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കമ്പനിയിൽ പല പ്രോബ്ലങ്ങൾ കാരണം അക്കാമ കൊടുക്കാതെ ഇരുന്നു. അങ്ങനെ വന്ന് പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് അക്കാമ കൊടുക്കുകയും ജോലി സ്ഥിരമാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 26-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ലായിരുന്നു. അവൾ 4 വർഷമായി കല്യാണത്തിന് സമ്മതിക്കത്തില്ല. കല്യാണക്കാര്യം പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് സെപ്റ്റംബർ 15, 2023 സെപ്റ്റംബർ 15-നകം കല്യാണം നടക്കണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു കല്യാണം തന്നെ നടക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കേണ്ട അമ്മ, എന്തെങ്കിലും എനിക്കും കൂടെ സന്തോഷിക്കാനുള്ള വക തരണമെന്ന്. അന്ന് അമ്മയാണ് 2 മണി കഴിഞ്ഞപ്പം ഒരാൾ വീട്ടിൽ വന്ന് എൻ്റെ മകൾക്കൊരു കല്യാണത്തെ പറ്റി സംസാരിച്ചു. അവൾ അതിനു മുമ്പ് ആര് വന്ന് കല്യാണത്തെപ്പറ്റി പറഞ്ഞാലും അവൾ അവരെ എല്ലാം ദേഷ്യപ്പെട്ട് ഓടിക്കുമായിരുന്നു. ആ പയ്യൻ തന്നെ വന്ന് ആലോചിച്ചത്. അതിന് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതമാണെന്നും പറഞ്ഞു. ഏപ്രിൽ 8-ാം തീയതി അവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഓഗസ്റ്റ് 28-ാം തീയതി അവിടെ കല്യാണമാണ്. പിന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ വയറിന്, ഞാനിവിടെ സാക്ഷ്യത്തിൽ എഴുതിയിട്ടില്ല, എനിക്ക് വയറിന് ഭയങ്കര പുകച്ചിലായിട്ട് ഞാൻ രാത്രിയിലൊന്നും ഉറങ്ങത്തില്ലായിരുന്നു. അത്രയ്ക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രമേ ഉപയോഗിച്ചത്. അത് പൂർണ്ണമായിട്ടും മാറി. എൻ്റെ നടുവിന് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തതാണ്. വീണ്ടും അത് ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതും ഇപ്പം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കാലിൻ്റെ ഈ വലത് കാലിൻ്റെ ഇവിടെ നീർക്കെട്ടായിരുന്നു. അതിനും ഈ ഉടമ്പടി എണ്ണ മാത്രമാണ് ഉപയോഗിച്ചത്. അങ്ങനെ അതും ഇപ്പം മാറിയിട്ടുണ്ട്. ത്രിവാസന പത്രമെല്ലാം ഞാൻ പിന്നെ ആശുപത്രികളിലും അല്ലാതെ വഴിയിലൊക്കെ ഉള്ളിടത്തും എല്ലാം കൊണ്ടുവന്ന് ഓരോ വഴിയെ നടന്നൊക്കെയാണ് വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ അല്ലാതെ എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ഇതേപ്പറ്റി അറിയാവുന്നവരോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ